വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ആ ഒരു വെഡിങ് ആനിവേഴ്സറി ദിവസം തന്നെയാണ് കാണിക്കുന്നത്. രാഘവൻ നായരാണെങ്കിൽ രാവിലെ ഒരുങ്ങി റെഡിയായിരിക്കുകയാണ്. അവിടെ വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കല്യാണം എന്ന പോലെയുള്ള രീതിക്കാണ് ഹാളിൽ ഇങ്ങനെ എന്താ പറയും നിലവിളക്കും ഹാരവും ബൊക്കയും മാലയും ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്ലീറ്റസും കുട്ടിയും ഒക്കെ എത്തിയിട്ടുണ്ട്. ക്ലീറ്റസ് ആണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. കമലിനൊക്കെ എത്തിയിട്ടുണ്ട്. അന്നേരം ഈ കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോകുന്ന പോലെ റെഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ റൂമിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ശാലിനി ഒരു ഓഫീസിൽ പോകുന്ന ഒരു വേഷം എന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം സത്യഭാമയാണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, രാഘവേട്ടൻ്റെ ഈ തീരുമാനം എല്ലാവരെയും ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നത് തന്നെയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ശാലിനിയും ഭാമയും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ മുകളിലത്തെ ഹാളിൽ ശിവനും പിന്നെ കമലിനും കൂടി നിന്ന് സംസാരിക്കുകയാണ്. ശിവനും ഒരുങ്ങി ആ ഒരു കല്യാണ വേഷം എന്ന പോലെ ഒരു മഞ്ഞ കുർത്തയൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അന്നേരം കമലിനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശാലിനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, താഴെ അവിടെ പൂജിച്ച് വെച്ചിരിക്കുന്ന മാല അഗ്നിസാക്ഷിയായിട്ട് എൻ്റെ കഴുത്തിൽ കെട്ടാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ശാലിനി അവിടെ ആ ഒരു നിമിഷം മരിച്ചു വീഴും എന്നിങ്ങനെ ആകെ സങ്കടത്തോടും ദേഷ്യത്തോടും ഒക്കെ പറയുകയാണ്. പക്ഷേ ശിവനാണെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഐഡിയ ചിലപ്പോൾ ശിവൻ മനസ്സിൽ കണ്ടിട്ടുണ്ടാകണം. എന്നിട്ട് ശാലിനിയൊക്കെ താഴേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം അവിടെ ക്ലീറ്റസൊക്കെ ഫോട്ടോ എടുപ്പും ബഹളമൊക്കെയാണ്. 1-2 പേര് വേറെ ആരൊക്കെയോ വന്നിട്ടുമുണ്ട്. അന്നേരം ഇനി മുഹൂർത്തമായി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം തിരുമേനി ഉണ്ടെന്ന് തോന്നുന്നു. മുഹൂർത്തമായി എന്ന് പറയുമ്പോൾ തിരുമേനിയാണ് മാല എടുത്താണെങ്കിൽ ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ ഒരു ഹാരം. അന്നേരം ഇതൊക്കെ വേണോ അച്ഛാ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം വേണം എന്നുള്ള ഒരു കടുംപിടുത്തം എന്ന പോലെ രാഘവൻ നായർ പറയുമ്പോൾ അതിൽ പിന്നെ ആർക്കും എതിർക്കാനും കഴിയുന്നില്ല. ഭാമയും മിണ്ടുന്നില്ല. ശാലിനി ഇങ്ങനെ ആകെ സാഹി കെട്ടില്ല. ക്ഷമയുടെ നെല്ലിപ്പലെ കണ്ടെന്നോണം ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം തിരുമേനിയാണെങ്കിൽ ആ ഒരു ഹാരം എടുത്തിട്ട് ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ചുവന്ന റോസാപ്പൂക്കളുള്ളൊരു ഹാരം. അന്നേരം ശിവൻ ഇങ്ങനെ മാലയുമായിട്ട് ഇങ്ങനെ ശാലിനിയെ നോക്കുകയാണ്. ശാലിനിയെ തൊട്ട് ദൂരേക്ക് നിൽക്കുകയാണ്, അടുത്തല്ല നിൽക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ശാലിനിയെ നോക്കി നിൽക്കുന്നു. ആ ഒരു സീനാണ് കാണിക്കുന്നത്. അവിടെ പക്ഷേ മിക്കവാറും ഹാരമൊന്നും പിന്നെ കഴുത്തിലേക്ക് ഇടുന്ന ആ ഒരു സീനൊന്നും കാണില്ല. ശാലിനി ആ ഒരു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ചിലപ്പോൾ അവരെ മുടങ്ങുമായിരിക്കും. നേരത്തെ ആ ഫോട്ടോഷൂട്ട് പിള്ള മുടക്കിയതുപോലെ ഇനി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമോ ഇനി സത്യഭാമ തന്നെ അങ്ങനെ എന്തെങ്കിലും കാണിക്കുമോ അതോ ശിവനായിട്ട് തന്നെ മുടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ആ ഒരു വെഡിങ് ആനിവേഴ്സറി ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ഇത് തന്നെയാണ് കാണിക്കുന്നത്. ശാലിനി ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടില്ല പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന പോലെ തന്നെയാണ് ശാലിനി നിൽക്കുന്നത്. എൻ്റെ വിഷ്ണുട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ശാലിനി നിൽക്കുന്നതൊക്കെ. അതിന് എന്താകുമെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. എന്തായാലും അത് മുടങ്ങുക തന്നെ ചെയ്യും. അത് നടക്കത്തൊന്നുമില്ല. ഒന്നുകിൽ ശാലിനിയായിട്ട് മുടക്കും, അല്ലെങ്കിൽ ശിവൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാമയെങ്കിലും അസുഖം വന്ന് വീഴുകയോ എന്തെങ്കിലും ഒന്ന് കാണുമായിരിക്കും. അത് നമുക്ക് കാണാം.